കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ISL ക്ലബ്ബുകളിലേക്ക് ലോണിൽ പോയ താരങ്ങളുടെ പ്രകടനമാണ് നമ്മൾ വിലയിരുത്തുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോകൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക. കഴിഞ്ഞ സീസണിൽ 5ഓളം താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ലോണിൽ അയച്ചത്. മുഹമ്മദ് നസിയിലേക്ക് പോയ 23-കാരനായ വിങ്ങർ ബികാഷ് സിംഗ് തന്നെയാണ് 5 താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയത്. 22 മത്സരങ്ങളിൽ അവർക്കായി ബൂട്ടുകെട്ടി അവരുടെ മെയിൻ 11 താരമായ ബികാഷ് സിംഗ് 2 ഗോളുകളും 3 അസിസ്റ്റുകളും സ്വന്തമാക്കി മികച്ച പ്രകടനമായിരുന്നു നടത്തിയത്. മുഹമ്മദ് നസി ഐ ലീഗ് ജേതാക്കളായി ISLലേക്ക് വരുമ്പോൾ താരത്തെ പെർമനന്റ് ഡീലിൽ സ്വന്തമാക്കാൻ മുഹമ്മദ് നസി ശ്രമിക്കുന്നുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. താരം ലോൺ സ്പെല്ല് കഴിഞ്ഞ് മടങ്ങി വരുന്നത് ബ്ലാസ്റ്റേഴ്സിന് വരുന്ന സീസണിൽ മുതൽക്കൂട്ടാകും. അതുപോലെ ഇന്റർകാഷിലേക്ക് പോയ 21-കാരനായ സ്ട്രൈക്കർ അജിസലാണ് അടുത്ത മികച്ച പ്രകടനം പുറത്തെടുത്ത താരം. 22 മത്സരങ്ങളിൽ അവർക്കായി ബൂട്ടുകെട്ടിയ താരം 2 ഗോളുകളും താരത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. താരം ലോൺ കഴിഞ്ഞ് മടങ്ങിയെത്തുമെങ്കിലും വീണ്ടും താരത്തെ ലോണിൽ അയക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാൻ. അതുപോലെ തന്നെ ഇന്റർകാഷിയിലേക്ക് പോയ 24-കാരനായ മലയാളി ഡിഫൻഡർ ബിജോയ് വർഗീസിനും 10 മത്സരങ്ങളിൽ അവർക്കായി ബൂട്ടുകെട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. മികച്ച ലോൺ സ്പെൽ തന്നെയാണ് താരവും കാഴ്ചവെച്ചത്. താരവും മടങ്ങിയെത്തുമെങ്കിലും വീണ്ടും ലോണിൽ അയക്കാനാണ് സാധ്യത. കൂടെ തന്നെ ഗോകുലം കേരളയിലേക്ക് ലോണിൽ പോയ 21-കാരനായ മലയാളി ഡിഫൻഡർ മുഹമ്മദ് സഹീഫിനും 21 മത്സരങ്ങൾ അവർക്കായി കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒരു അസിസ്റ്റും താരം സ്വന്തമാക്കിയിട്ടുണ്ട്. താരത്തെയും വീണ്ടും ലോണിൽ അയക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അവസാനമായി പഞ്ചാബ് FCയിലേക്ക് പോയ ബ്രൈസ് മിറാൻഡയ്ക്ക് അത്ര അവസരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. 2 മത്സരങ്ങൾ കളിച്ച താരത്തിന് അത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ലോൺ സ്പെൽ പരാജയമായിരുന്നു. നിലവിൽ താരം മടങ്ങിയെത്തുമെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള വിങ്ങേഴ്സ് ലിസ്റ്റിൽ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ പുതിയതായി ബികാഷ് സിംഗും വരുമ്പോൾ ബ്രൈസ് മിറാൻഡയെ വിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. എന്തായാലും ഈ 5 താരങ്ങളിൽ ബികാഷ് സിംഗിനെ മാത്രമായിരിക്കും ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിൽ ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.